ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗൾ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് മുട്ട. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഇതുപോലെ ഒരു 4 ചെറിയ മുട്ട വന്നിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുട്ടിയായിട്ട് അരിഞ്ഞെടുത്ത നമ്മുടെ സവാളയും കൂടിയാണ്. 2 ചെറിയ സവാളയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ചോപ്പറിൽ വെച്ചിട്ടാണ്. അപ്പോൾ വെജിറ്റബിൾ ചോപ്പറിൻ്റെ ഇടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചോപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ആകുമെങ്കിൽ അപ്പോൾ അത് ഞാൻ പറയാതെ പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഇത് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലാന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ആമസോണിൽ വളരെ വിലക്കുറവായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുട്ടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 2 സവാളയും കൂടി. ഇനിയിപ്പോൾ ചോപ്പർ തന്നെ വേണമെന്നില്ല, നമ്മുടെ ചെറിയ കത്തി വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചപ്പട്ടാണിയാണ്. അതായത് ഇത് വന്നിട്ട് നമ്മൾ ഈ പച്ചപ്പട്ടാണി എടുത്തിട്ടുള്ളത്, ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത് പച്ചയായിട്ടുള്ളതാണ്. അത് ഉണക്കി എടുത്തിട്ടുള്ളതല്ല. അല്ലാതെ നമ്മുടെ കയ്യിൽ ഡ്രൈ ഗ്രീൻ പീസാണ് ഉള്ളതെങ്കിൽ അത് തലേദിവസമേ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് വേണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താലും മതിയാവും, ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ ബീൻസ് ഉണ്ടല്ലോ, ബീൻസ് നമുക്ക് ചേർക്കാം കേട്ടോ. ബീൻസ് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം, വേറൊരു പ്രശ്നമില്ല. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ള ഈ 3 കാര്യങ്ങളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇഞ്ചി. അതായത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി, തീരെ ചെറിയതല്ല, അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്തൊരു സൈസുള്ള ഇഞ്ചി എടുത്തിട്ട് നമ്മുടെ ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതാകുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ കുട്ടി പീസായിട്ട് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം ഇഞ്ചിയും കൂടി. ഇഞ്ചിയുടെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി മാത്രം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അവർ ഈ പച്ചമുളക് കടിച്ച് കളയും. അപ്പോൾ അവർക്ക് അത് പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പച്ചമുളക് ഒഴിവാക്കാം. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മല്ലിയിലയും കൂടി. മല്ലിയില നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം കൂടുതൽ ടേസ്റ്റ്, മല്ലിയില കൂടുതൽ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ, എന്നാൽ തീരെ കുറഞ്ഞു പോകണ്ട. കാരണം ഈ മല്ലിയിലയുടെയും ഈ ഗ്രീൻ പീസിൻ്റെയും ഒക്കെ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്, അതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് അരിപ്പൊടി. പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടിയാണ്. അപ്പം നമ്മൾ ഈ പച്ചരിപ്പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ഇത് അത്യാവശ്യം ഇച്ചിരി വലിയ സ്പൂണിൽ ഒരു 3-4 സ്പൂണുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട്. അതായത് ഈ മാവ് ഇങ്ങനെ പുറത്ത് ഒരുപാട് കോട്ടയിൽ നിൽക്കാൻ പാടില്ല. പക്ഷേ നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ പുറത്ത് ചെറിയൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ചേർക്കുകയാണ്. അരിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ചേരുവകളുടെയൊക്കെ ആ അളവ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം അരിപ്പൊടിയുടെ ആവശ്യം നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്രയും തന്നെ മതിയാവും കേട്ടോ, ഇനി കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്.
നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മറ്റൊരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും കൂടിയാണ്. അപ്പോൾ ആ മുട്ട വന്നിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഒരേ ഒരു മുട്ട മാത്രം മതിയാവും. വെള്ളം ഒന്നും നമ്മളിതിലേക്ക് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി. ഇനി നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഉണ്ടാവും മുട്ട ചേർക്കുമ്പോൾ തന്നെ ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളും കൂടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇതുവരെ മസാലകൾ ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള മസാലയും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ, 1/4 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് മാത്രമേ നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുന്നുള്ളൂ. ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഈ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗരം മസാല സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിലൊരു പ്രത്യേകത ടേസ്റ്റ് തന്നെ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മിക്സ് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് റോൾ ചെയ്തെടുക്കാൻ ഇനി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ഒരല്പം മിക്സ് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് ഒന്ന് ഷേപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഇച്ചിരി പരന്ന ഒരു തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഓരോ ചെറുതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടുന്നത്. അതാകുമ്പോഴത്തേക്കും കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി പീസാക്കി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇത് വെന്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം വന്നിട്ട് ഒരുപാട് കൂട്ടി വെക്കരുത്. കാരണം നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഫ്ലെയിം നമ്മൾ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തോന്നുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്, പക്ഷേ വെന്തിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടിയേ കുറച്ച് വയ്ക്കാൻ പാടുള്ളൂ. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കരുത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും, കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് കേട്ടോ. ഒരു സൈഡ് ലൈറ്റായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നമ്മുടെ സ്നാക്സിൻ്റെ 2 സൈഡ് ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഏത് സ്നാക്സ് തയ്യാറാക്കുമ്പോഴും എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പുറത്ത് പോയിക്കോളും. അതാണ് ഈ കാണുന്നത്, നമ്മളിങ്ങനെ പതഞ്ഞ് പൊങ്ങി അതങ്ങ് പെട്ടെന്ന് പുറത്ത് പോയിക്കോളും കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം.